ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 35. രോഹിത് കോളിംഗ്. ടീപ്പോയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേരിലേക്ക് അവളൊരു ഞെട്ടലോടെ നോക്കി. 2 ദിവസങ്ങളായി അവൻ തന്നെയൊന്ന് വിളിച്ചിട്ടോ കാര്യങ്ങൾ തിരക്കിയിട്ടോ എന്നവൾ അപ്പോൾ ഓർത്തു. എതിർവശത്ത് തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഭദ്രന് നേർക്ക് ഒരു വിളറിയ ചിരി നൽകിക്കൊണ്ട് അവൾ ആ കോൾ പതിയെ സൈലൻ്റാക്കി വീണ്ടും ബുക്കിലേക്ക് മുഖം പൂഴ്ത്തി. ആ പ്രോബ്ലം വേഗം ചെയ്തു കാണിക്ക്. ഉടൻ തന്നെ മറുവശത്ത് നിന്നും അശരീരി പോലെ ആളിൻ്റെ ശബ്ദം കാതിൽ പതിഞ്ഞു. രോഹിത് കോളിംഗ്. ഭദ്രൻ ചെയ്തു തന്ന പ്രോബ്ലം ആൻസർ ചെയ്യുന്നതിനിടയിൽ വീണ്ടും അവൻ്റെ കോൾ പാർവതിയെ തേടിയെത്തി. അവൾ വീണ്ടും ഒരു വിറയലോടെ അതിലേക്ക് നോക്കി. പതിയെ കൈനീട്ടി ഫോൺ സൈലൻറ്റിലേക്ക് വെക്കുവാനായി പോയതും നിമിഷനേരം കൊണ്ട് ഭദ്രൻ്റെ വിരലുകൾ അതിൻ്റെ ആൻസർ ബട്ടണിലും സ്പീക്കറിലേക്കും ദ്രുതഗതിയിൽ ചലിച്ചിരുന്നു. പാർവതി ഒരു നിമിഷം കണ്ണും തള്ളിയിരുന്നു. കാരണം അറിയാത്ത ഒരു പേടി അവളിൽ വന്നു നിറഞ്ഞു. രോഹിത്തിൻ്റെ കാര്യം ഇതുവരെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. ഭദ്രൻ ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ എന്താവുമെന്ന് പോലും അറിയില്ല. അവൾ ഭീതിയോടെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് വലങ്കൈയിലെ തള്ളവിരലിൻ്റെ നഖം കടിച്ചുകൊണ്ടിരുന്നു. ഹലോ. അപ്പുറത്ത് നിന്നും രോഹിത്തിൻ്റെ വിളി കേട്ടു. ഒരു നിമിഷത്തേക്ക് അവളൊന്നും തിരിച്ചു പറയാതെ മൗനം പൂണ്ടു. പാർവതി, ആർ യു ബിസി? രോഹിത്തിൻ്റെ ശബ്ദം സ്പീക്കറിൽ നിന്ന് വീണ്ടും പുറത്തേക്കൊഴുകി. അവളൊരു പിടപ്പോടെ തൻ്റെ മുൻപിലിരിക്കുന്ന ഭദ്രനെ നോക്കി. ആളവനോട് സംസാരിക്കാൻ മുൻപിലിരുന്നു കൊണ്ട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടുന്നുണ്ട്. ഐ ആം ഡൂയിങ് മൈ ഹോംവർക്ക് രോഹിത്. കള്ളം കാട്ടുന്ന കുട്ടിയെപ്പോലെ അവൾ ഇത്തിരി പതിയെ പറഞ്ഞു. ഓക്കെ വെൽ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഗോട്ട് എ ചാൻസ് ടു വിസിറ്റ് കേരള നെക്സ്റ്റ് മന്ത്. വരുന്ന ഡേറ്റും ടൈമും ഞാൻ പിന്നീട് പറയാം. ഐ വാണ്ട് ടു മീറ്റ് യു പേഴ്സണലി. ഗൗരവത്തോടെ പറയുന്നവനെ ഒട്ടൊരാശങ്കയോടെ പാർവതി കേട്ടിരുന്നു. ഭദ്രൻ്റെ സാമീപ്യത്തിൽ തിരിച്ചൊന്നും ചോദിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതിനൊട്ട് മുതിർന്നതുമില്ല. ഹേ പാർവതി, ആർ യു ദേർ? തൻ്റെ നിശബ്ദത ആലോസരപ്പെടുത്തുന്നതിനാലാവാം വീണ്ടും അവൻ്റെ ചോദ്യം കേട്ടു. ഹാ രോഹിത്, ഐ എം ഹിയർ. അവൾ പതുങ്ങനെ പറഞ്ഞു. പിന്നീടൊരു കാര്യം, നമ്മുടെ റിലേഷൻ്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു. അച്ഛൻ ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും കാട്ടുന്നില്ല. കാരണം രാജീവങ്ങളുടെ സ്വഭാവം തന്നെയാണ്. നിനക്കറിയാലോ, നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം കാരണം ഇവിടെ ഏറ്റവും പഴി കൂടുതൽ കേട്ടത് എൻ്റെ ഡാഡാണെന്നുള്ള കാര്യം. മാക്സിമം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡാഡ് ഒട്ടും പിടിതരുന്നില്ല പാർവതി. കൂരമ്പുകൾ പോലെ രോഹിത്തിൻ്റെ വാക്കുകൾ നെഞ്ചിൽ തറഞ്ഞു കയറിയപ്പോൾ മുൻപിൽ അവളെ സാഗൂതം നോക്കിയിരുന്ന ഭദ്രനെ അവൾ ആ ക്ഷണം മറന്നിരുന്നു. രോഹിത്തിൻ്റെ അച്ഛൻ സതീഷ് ഹൈദരാബാദിലെ വലിയൊരു ബിസിനസ്മാനാണ്. ആളിത്തിരി സ്ട്രിക്റ്റും. ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഒന്നും നടക്കുകയില്ല. തൻ്റെ അച്ഛനും അങ്കിളും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. അച്ഛൻ്റെ പരസ്ത്രീ ബന്ധം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തതും സതീഷ് അങ്കിളായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛനോട് മുഷിയേണ്ടി വന്നിട്ടുണ്ട് പാവ അങ്കിളിന്. പക്ഷേ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇരുവരും ഇപ്പോൾ ബദ്ധശത്രുക്കളുമാണ്. അതുകൊണ്ട് തന്നെ സതീഷ് അങ്കിളിൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും തങ്ങളുടെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നവൾ സങ്കടത്തോടെ ആലോചിച്ചു. രോഹിത്, നീ എന്തൊക്കെയായി പറയുന്നേ? ഒരു നിമിഷം അവൻ തീർത്ത സങ്കടത്തിൻ്റെ ചുഴിയിലേക്ക് അവൾ കൂപ്പുകൂത്തിപ്പോയി. നീ വിഷമിക്കാതെ, അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് വിമല ആൻറ്റിയെ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അവൻ വീണ്ടും എന്തൊക്കെയോ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും തിരയടങ്ങാത്ത കടൽ പോലെ അവൻ്റെ മനസ്സും അശാന്തമായിരുന്നു. ഭ്രാന്തൻ ചിന്തകൾ മനസ്സിലെ മതിച്ചപ്പോൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ അവളും ദിക്കില്ലാതെ എങ്ങോ അലയാൻ തുടങ്ങി. അതെ, ഞാൻ തുടരണോ അതോ നിർത്തണോ? പൊടുന്നനെ മുൻപിൽ നിന്നും കേട്ട ഭദ്രൻ്റെ ഒച്ചയാണ് അവൾക്ക് സ്ഥലകാലബോധം ഉണ്ടാക്കിയത് തന്നെ. ആ, തുടങ്ങാം. അവൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കിയിട്ട് ഫോണിന് നേർക്ക് ഒരിക്കൽ കൂടി കണ്ണുകൾ പായിച്ചവൾ. ഏകദേശം 10 മിനിറ്റോളം മുമ്പ് കോൾ കട്ടായിരിക്കുന്നത് അവൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. പാർവതിയെ ആശ്ചര്യപ്പെടുത്തിയത് മറ്റൊരു കാര്യമായിരുന്നു. ഇത്രയും നേരമായിട്ടും ഭദ്രൻ ഭാര്യരെ തന്നെയൊന്ന് വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ തനിക്കുള്ള ഹോംവർക്ക് ടെസ്റ്റിൽ മാർക്ക് ചെയ്തിരുന്ന ആളിൻ്റെ മുഖത്ത്
അപ്പോഴും യാതൊരു ഭാവഭേദവുമില്ല എന്നത് പാർവതിയെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. സാധാരണ ചെറിയ കാര്യങ്ങൾക്ക് പോലും അലമുറയിടുന്ന ആളാണ്. ഇതിപ്പോൾ തൻ്റെ പ്രണയം ലൈവായിട്ട് കേട്ടിട്ട് പോലും ഭദ്രൻ്റെ ശാന്തത അവക്കൊട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. നല്ലവനായ ഉണ്ണി ഇനി നേരിട്ട് തന്നെ മുത്തശ്ശനെ കണ്ട് ബോധിപ്പിക്കാനാണെങ്കിലോ? അത്രയും നേരം ഭദ്രനോട് തോന്നിയ ചെറിയൊരു ചായ്വ് തല്ലിക്കൊഴിച്ചവൾ പൊടുന്നനെ മനസ്സിനെ വരുതിയിലാക്കി നിർത്തി. ഇയാളെ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ പാർവതിയുടെ തലച്ചോറും മുരണ്ടു. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നാളെ വൈകിട്ട് ട്യൂഷന് വരുമ്പോൾ ചെയ്തുകൊണ്ട് വന്നേക്കണം. കയ്യിലിരുന്ന പാർവതിയുടെ ടെക്സ്റ്റ് ബുക്ക് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് മാരാർ തൻ്റെ സ്ഥായിയായ ഗൗരവഭാവം പൂണ്ടു. വെറുതെ ഒന്ന് മൂളി. അസ്വസ്ഥമായ മനസ്സുമായി ബാഗും എടുത്തുകൊണ്ട് അവൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങി, ലക്ഷ്മിയോട് പോലും യാത്ര പറയാതെ. ഭദ്രൻ അവളുടെ ഇറങ്ങിപ്പോക്ക് കണ്ണുകളൊന്ന് കുറുക്കിക്കൊണ്ട് ശ്രദ്ധിച്ചു. ശേഷം പതിയെ എഴുന്നേറ്റ് സ്വന്തം മുറിയിലേക്ക് കയറി. പാർവതി മുറ്റത്തൂടെ നടന്ന് ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്നത് വരെ അവൻ്റെ മിഴിയിൽ അവൾക്ക് പിന്നിലായി നടന്നിയെന്നു. ഉടൻ തന്നെ ഒരു ചാറ്റൽ മഴ പെയ്യുവാൻ തുടങ്ങി. ആ മഴ പെയ്തത് ചെമ്പകമരത്തിൻ്റെ കീഴിൽ തപിക്കുന്ന ഹൃദയത്തോടെ വസിക്കുന്ന ഒരാത്മാവിൻ്റെ നെഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആ ശുഭദിനം അടുക്കാറായി എന്ന തോന്നലിൽ അന്ത്യനിദ്രയുറങ്ങുന്നവളുടെ കണ്ണുകൾ ആനന്ദക്കണ്ണീർ പൊഴിച്ചു. അപ്പോൾ മുറിയിലേക്ക് വീശിയ ചെമ്പകപ്പൂക്കളുടെ മണമുള്ള ഇളം തെന്നൽ ഭദ്രൻ്റെ ശരീരത്തെ തഴുകിക്കൊണ്ട് കടന്നുപോയി. കിള്ളിക്കൊണ്ടിരിക്കാതെ കഴിക്കുമോളെ. പാത്രത്തിൽ എടുത്തു വച്ച് ചപ്പാത്തി പിച്ചി പറിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ട് അവൾക്കരികിലായി നിന്ന നാരായണി ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞു. അവൾക്കെതിരായി കഴിച്ചുകൊണ്ടിരുന്ന കൃഷ്ണൻ നായർ തൻ്റെ കൊച്ചുമകളെ ഒന്ന് നോക്കിയതിനു ശേഷം വീണ്ടും പാത്രത്തിലേക്ക് മുഖം മുഴുത്തി. വിശപ്പില്ല മുത്തശ്ശി. പാർവതി ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി. രോഹിതിൻ്റെ കോള് വന്നത് പിന്നെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അവളുടെ. തങ്ങൾ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് ആരോ മനസ്സിൻ്റെ കോണിൽ നിന്ന് പറയുവാനായി തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. അപ്പോഴൊക്കെ പണ്ടത്തെ പോലെയുള്ള സംസാരം ഇപ്പോൾ തങ്ങൾക്കിടയിൽ കുറഞ്ഞുകൊണ്ടെന്നുള്ള തോന്നലായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ തടസ്സങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് തനിക്ക് മനസ്സമാധാനം ഉണ്ടാവുന്നത്? ഓരോന്നോർത്തുകൊണ്ട് അവൾ വീണ്ടും നിസ്സഹായായി. എന്ന് പറഞ്ഞ എങ്ങനെയാ? കോളേജിൽ നിന്ന് വന്നപ്പോൾ എന്തോ കിള്ളിപ്പറിച്ച് എന്നിട്ട് ട്യൂഷനാണെന്നും പറഞ്ഞ് ഓടിയതാ. ഇനിയിപ്പോൾ അത്താഴം കൂടെ കഴിക്കാതെ കിടന്നാൽ നല്ല പേശാവും. ഒന്നാമത് തിന്നുന്നത് 2 ചപ്പാത്തിയാണ്. അതും കൂടെ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാരായണിയുടെ ഒച്ചയാണ് വീണ്ടും അവളെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. അവൾ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം കയ്യിലേക്ക് എടുത്തവർ അതിൽ നിന്ന് ഒരു പീസ് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് മസാലയിൽ മുക്കിയെടുത്ത് നാരായണി അവളുടെ വായിലേക്ക് ബലമായി വെച്ചു കൊടുത്തു. പാർവതി നിരസിച്ചില്ല. അവളത് കഴിച്ചു തീരാറായതും അടുത്ത കഷ്ണം കൂടി വീണ്ടും അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മതിയായി മുത്തശ്ശി. എത്രയൊക്കെ കെഞ്ചി പറഞ്ഞിട്ടും കഴിപ്പിക്കൽ മാത്രം അവർ നിർത്തിയില്ല. മുഴുവനും കഴിക്കാതെ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റാ നാളെ തൊട്ടിവിടെ എല്ലാവരും കഴിക്കുന്ന കഞ്ഞിയായിരിക്കും നിനക്ക് ഞാൻ തരാൻ പോണത്. അവരുടെ താക്കീതിൽ തെല്ലൊന്ന് ഞെട്ടിയതിനാൽ വാരിക്കൊടുത്ത ഭക്ഷണം മുഴുവനും ഒരു വിധത്തിൽ കഴിച്ചു തീർത്ത് പെണ്ണ്. ഒന്നാമതേ കഞ്ഞിയെന്ന് കേൾക്കുന്നതേ തനിക്ക് അലർജിയാണ്. ഇവിടെ തറവാട്ട് എല്ലാവർക്കും അത് രാത്രി അത്താഴത്തിന് നിർബന്ധവുമാണ്. തനിക്കിഷ്ടമല്ല എന്ന ഒറ്റ കാരണത്താലാണ് ചപ്പാത്തിയോ മറ്റെന്തെങ്കിലും പലഹാരങ്ങളോ ഉണ്ടാക്കി തരുന്നത് തന്നെ. ചുണ്ട് ചുളുക്കിക്കൊണ്ട് നാരായണിയെ കെറുവോടെ നോക്കിയവൾ. എടുത്ത് വെള്ളം കുടിക്ക്. അവളുടെ നോട്ടത്തെ പുഞ്ചിരി കൊണ്ട് നേരിട്ടുകൊണ്ട് നാരായണി പറഞ്ഞു. പോ, ഞാൻ മിണ്ടൂല. ഗ്ലാസ്സിലിരുന്ന ചെറു ചൂടുവെള്ളം മുഴുവനും കുടിച്ചു തീർത്തിട്ട് കൈ കഴുകി അവൾ ഉറങ്ങുവാനായി മുകളിലേക്ക് പടികൾ കയറി. എന്തിനാ നാരായണി അവളിങ്ങനെ നിർബന്ധിക്കുന്നേ? വിശപ്പുണ്ടെങ്കിൽ അവൾ കഴിക്കില്ലേ? പാർവതി മുറിയിലേക്ക് പോയെന്ന് ഉറപ്പായതും കൃഷ്ണൻ തൻ്റെ ഭാര്യയെ നോക്കി ചോദിച്ചു. വിശപ്പുണ്ടായിട്ട് അവൾ കഴിച്ചത് തന്നെയാ. നിങ്ങൾ കണ്ടില്ല ഡിഗ്രി പഠിക്കുന്ന പെണ്ണിൻ്റെ ഒരു കോലം. യൂണിഫോം ഇടിപ്പിച്ച് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ കൊണ്ടിരുത്തിയ ആരും കുറ്റം പറയില്ല. കൊച്ചുമകളോടുള്ള വാത്സല്യം അവരുടെ സംസാരത്തിൽ ആവോളം ഉണ്ടായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല ഭാര്യ. നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താച്ചാ ചെയ്തോ. പാത്രത്തിലുള്ള കഞ്ഞിയുടെ അവസാന വറ്റും കോരിക്കൊടിച്ചിട്ട് കൃഷ്ണൻ പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകുവാനായി പോയി. ഈ കൊച്ചിനെ പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച വിവാഹത്തിനാരും കേസെടുക്കാതിരുന്നാൽ മതിയായിരുന്നു. അയാൾ പോയ വഴിയെ നോക്കി നാരായണി പിറുപിറുത്തു.
അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് സ്റ്റോറി ഇടാഞ്ഞത് ഒട്ടും വയ്യാത്തത് കൊണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ മടി പിടിച്ചത് കൊണ്ടല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ 2 വരി എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് പോകണം പിള്ളേരെ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ ഉറപ്പായിട്ടും വരാവേ. അപ്പോൾ